സാബി അലോൺസോന്റെ പ്രീമിയർ ലീഗ് ഡെബ്യൂ ഒരു വിജയത്തിൽ തന്നെ ആൾക്ക് തുടങ്ങാൻ സാധിച്ചു. 3-2 എന്ന രീതിയിലൊരു ചെൽസിക്ക് നല്ലൊരു വിജയമായിരുന്നു. അതും ക്രൈവൺ കോട്ടേജ്, അത്ര ഫുൾഹാമിന്റെ ഹോം സ്റ്റേഡിയമാണത്. അപ്പൊ അത്ര ഈസി ഒന്നല്ല അവിടെ പോയിട്ട് വിക്ടറി ഗ്രൈൻഡ് ചെയ്യുക. അതും സാബിയുടെ ആദ്യത്തെ പ്രീമിയർ ലീഗ് മാച്ച് ആസ് എ മാനേജർ എന്ന രീതിയിൽ വളരെ ഇംപ്രസീവ് പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ഈ മാച്ചിലേക്ക് ഞാൻ നോട്ടീസ് ചെയ്ത് ചെൽസിയുടെ മാച്ച് ഒരു കളി കാണാൻ ഒരു ഇതുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, ഒരു രസമുണ്ട്. എല്ലാ പ്ലേയേഴ്സും കൂടി ഒത്തൊരുമിച്ച് കളിക്കുന്നു, നല്ല കെമിസ്ട്രി ഉണ്ട് പ്ലേയേഴ്സ് ആയിട്ട്. എല്ലാ പ്ലേയേഴ്സായിട്ടും നല്ല അത്യാവശ്യം നല്ലൊരു കെമിസ്ട്രി. അറ്റാക്കിംഗ് ഫുൾ ഡയറക്റ്റ് ഫുട്ബോളാണ്, അറ്റാക്കിംഗ് ആണ്. അതായത് എപ്പോഴും ഡിഫൻസ് ചെയ്ത് കളിക്കുന്നില്ല. അതായത് ആവശ്യ സമയത്ത് ഡിഫൻസീവിലേക്ക് ഫുട്ബോൾ കളിച്ച് പിന്നെ ഫുൾ അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവര് അലോൺസോ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെൽസിയുടെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീസണില് ചെൽസി നന്നായിട്ട് കളിക്കാച്ച ആർട്സിനാകോ ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റിയ ഒരു ടീമാണല്ലോ എന്റെ അഭിപ്രായത്തിൽ, അത് ചെൽസിയാണ്. ചെൽസിക്ക് നോക്കുമ്പോൾ ഗുഡാണ്. കാരണം ചെൽസി കമ്പയർ ചെയ്തോളം അത്യം വലിയ മാച്ചസ് ഇല്ല, ഹൈ കോമ്പറ്റീഷൻസ് മാച്ചസ് ഇല്ല, മീൻസ് ഹൈ ഇന്റൻസിറ്റി ഉള്ള മാച്ചസ് കുറവാണ് ഈ സീസണില്. അവർക്ക് യൂറോപ്പില്ല, യൂറോപ്യൻ കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ല. അപ്പൊ എല്ലാ വീക്കിലും അവർക്ക് റെസ്റ്റ് കിട്ടും, പ്രോപ്പർ റെസ്റ്റ് കിട്ടും. ബാക്കി ടീംസ് അങ്ങനെയല്ല. അപ്പൊ ഇത് മുതലെടുക്കാച്ച ഇവർക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ് ചെൽസി സംബന്ധിച്ചോളം ഈ സീസണില് ആഴ്സണലിനൊരു ഇത് കൊടുക്കാച്ച ചാലഞ്ച്. അത് 3-4-3 3 അറ്റ് ദ ബാക്കിലാണ് ആള് തുടങ്ങിയത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 അറ്റ് ദ ബാക്ക് ആളാണ് കളിച്ച് സ്റ്റാർട്ട് ചെയ്ത്. 3-4-3 ആയിരുന്നു ആള് 3-4-3 ആയിരുന്നു ആള് കളിപ്പിച്ചത്. അപ്പൊ ഈ മാച്ചിൽ ഇപ്പൊ ഫ്രണ്ട് 3, അതായത് ഇപ്പൊ 3 ഗോൾ അടിച്ച്, ഈ 3 ഗോളും ഫ്രണ്ട് 3 ആണ് അവരടിച്ചത്. മോർഗൻ റോജേഴ്സ്, ജാവോ പെഡ്രോ, കോൾ പാൾമർ. 4-ാം മിനിറ്റിൽ തന്നെ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ 1-ാമത്തെ മിനിറ്റിൽ തന്നെ ജാവോ പെഡ്രോയുടെ ചെൽസി ഗോൾ സ്കോർ ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു എക്സലന്റ് തുടക്കമാണ് കളി തുടങ്ങി. വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ തന്നെ അവരുടെ മെയിൻ സ്ട്രൈക്കർ ജാവോ പെഡ്രോ സ്കോർ ചെയ്യുന്നു. അതിനുശേഷം കുഴപ്പമില്ലാത്ത നല്ല അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 23-ാം മിനിറ്റിലാണ് ജോഷുവ കിങ്ങിലൂടെ ഫുൾഹാം സ്കോർ ചെയ്യുന്നത്. പിന്നെ 41-ാം മിനിറ്റില് എനിക്ക് തോന്നുന്നു പാൾമറിന്റെ അസിസ്റ്റ് ആണോ കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പാൾമറിന്റെ അസിസ്റ്റ് ഉണ്ട്. പാൾമറിന്റെ അസിസ്റ്റൂടെ മോർഗൻ റോജേഴ്സ് സ്കോർ ചെയ്യുന്നു. പിന്നെ 49-ാം മിനിറ്റില് ജാവോ പെഡ്രോന്റെ അസിസ്റ്റില് കോൾ പാൾമർ സ്കോർ ചെയ്യുന്നു. പിന്നെ ഗോൺസാലോ ഗാർഷ്യ, ഫുൾഹാമിന്റെ ഈ സീസണിന്റെ സൈനിങ്സ് ഗോൺസാലോ ഗാർഷ്യ, അങ്ങനെ 3 ഗോൾ 3-2 ജയിച്ചു. അതായത് 3 അവർ ഫ്രണ്ട് 3, അതായത് ഈ സീസണിന്റെ ബിഗ് സൈനിങ്സ് ആയ മോർഗൻ റോജേഴ്സ്, പിന്നെ ജാവോ പെഡ്രോ, കോൾ പാൾമർ. ഇപ്പോ ഈ മാച്ചിൽ കോൾ പാൾമറിന് ഇപ്പോ ഒന്നുകൂടി ഫ്രീഡം കിട്ടുന്നുണ്ട്. അതായത് ആള് കോൾ പാൾമറിന്റെ റൗണ്ടിലാണ് ടീം സെറ്റ് ചെയ്തിരുന്നത് അലോൺസോ. അപ്പൊ പാൾമറെ ടീം സെറ്റ് ചെയ്ത് അതായത് മിഡ്ഫീൽഡിൽ ഓവർലോഡ് ചെയ്യുമ്പോൾ ആൾക്ക് ആ വിങ്ങിൽ കൂടെ കൂടുതൽ സ്പേസ് ഉണ്ടാവുന്നു കോൾ പാൾമറിന്. അപ്പൊ ആൾക്ക് ആ കൂടുതൽ ഫ്രീഡം കിട്ടി. ആ മിഡ് കോൾ എടുത്ത ആൾക്ക് ഡ്രൈവ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനത്തെ 1-2 ചാൻസ് ഫസ്റ്റ് ഹാഫിന് ഉണ്ടായിരുന്നു കോൾ പാൾമറെ സംബന്ധിച്ചോളം. പിന്നെ എനിക്ക് തോന്നുന്നു നോട്ടീസ് ചെയ്ത് ഇപ്പോ ജാവോ പെഡ്രോ ഈ സീസണിൽ എന്തായാലും ഒന്നെങ്കിൽ എന്റെ അഭിപ്രായത്തില് ജാവോ പെഡ്രോ ഈ സീസണത്തെ ഒന്നെങ്കിൽ ടോപ്പ് സ്കോറർ ആവും, അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പ് സ്കോറർ ആവും. ആ രീതിയായി തോന്നുന്നുണ്ട്. കാരണം ജാവോ പെഡ്രോയ്ക്ക് ബോൾ കൊടുക്കാൻ കുറെ പ്ലേസ് ഉണ്ട്, ആൾക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ ഡെലിവറി ചെയ്യാൻ കുറെ പ്ലേസ് ഉണ്ട്. പാൾമറുണ്ട്, മോർഗൻ റോജേഴ്സ് ഉണ്ട്, പിന്നെ ഹെറ്റോ ഉണ്ട്, ജെറോ ഹെറ്റോ, ഗുസ്തോ ഒക്കെ വിങ് കൂടെ പോയിട്ട് ആൾക്ക് ബോൾ സപ്ലൈ ചെയ്യാനുള്ള കുറെ പ്ലേസ് ഒക്കെ അവരുടെ ഉണ്ട്. അങ്ങനത്തെ ഒരു 1-2 സപ്ലൈസ് നമ്മൾ ഇന്നലെ കാണുന്നുണ്ടായിരുന്നു. 1-2 ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3-4 ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, മിസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ജാവോ പെഡ്രോ ഇറ്റ്സ് ഗുഡ് ഒന്നെങ്കിൽ ടോപ്പ് സ്കോറർ ആവും, അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പ് സ്കോറർ എങ്കിലും ആവും ആളിപ്പോ. ഇതേ രീതിയിൽ കൂടുതൽ പ്ലേയേഴ്സ് ആൾക്ക് ബോള് എത്തിച്ചെടുക്കുക, ഡെലിവറി ചെയ്ത ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ ആൾക്ക് ആളുടെ നല്ല ഔട്ട്പുട്ട് കിട്ടാൻ നല്ലൊരു സാധ്യത പ്ലെയറാണ് ജാവോ പെഡ്രോ എന്നുള്ള പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ മോർഗൻ റോജേഴ്സിന്റെ കാര്യം പറയാച്ചാ
അവള് ഫസ്റ്റ് സീസണിൽ തന്നെ ഫസ്റ്റ് മാച്ചിൽ തന്നെ അവള് ഇംപ്രസ് ചെയ്തു. ആളെ ഇംപ്രസ് ചെയ്യണം, ശരിക്കും ഇത്രയും കാശ് കൊടുത്താണല്ലോ. അപ്പൊ അവള് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇംപ്രസ് ചെയ്തു. എല്ലാം ഗുഡായിരുന്നു. എനിക്ക് തോന്നുന്നത് ഓവറോൾ ഇംപ്രസീവ് പെർഫോമൻസ് ആയിരുന്നു. ആകെ വീക്ക് ലിങ്ക് എന്ന് പറയാനുള്ളത് ആകെ സാഞ്ചസ്, റോബർട്ടോ സാഞ്ചസ്. പക്ഷെ ആളെ നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആളുടെ ഒരു ദിവസമാണെന്ന് വെച്ചാൽ ആള് എങ്ങനത്തെ സേവ് ആൾക്ക് ചെയ്യും. ഇന്ന് ആളുടെ ദിവസമാണ്, ഹിസ് ദ ഡേ എന്ന രീതിയിൽ ആളെ എന്ത് സേവ് വേണമെങ്കിൽ ആൾ ചെയ്യും. പക്ഷെ ആളല്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് ഗോള്, ആ മാച്ചത്തെ ഫസ്റ്റ് ഗോള് ഈസി ഗോളാണ്. ഈസി ഒന്നെങ്കിൽ കോർണർ കിക്കോ അല്ലെങ്കിൽ ബോളോ സേവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത് ആള് കൊണ്ടുപോയി തുടച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് റീബൗണ്ട് ആള് ഷൂട്ട് ചെയ്ത് നേരെ റീബൗണ്ട് കസ്റ്റാനിക്ക് ഇട്ടെടുക്കാണ്, കസ്റ്റാനിയുടെ ഭാഗത്ത്. അപ്പൊ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ഗോൺസാലോ ഗാർഷ്യ കയറി വന്ന് സ്കോർ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ഗോൾ വരുന്നത്. ഇപ്പോ സാഞ്ചസിന് ഇത്തിരി വേണം, ഇച്ചിരി നന്നായിട്ട് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നു സാഞ്ചസിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഡിഫൻസീവ് ഗുഡാണ്, ഡിഫൻസീവ് ഗുഡായിട്ട് തോന്നി. പിന്നെ ഇപ്പോ ലക്രോവ പുതിയ സൈനിങ്സ്, ആളെ എന്തിനാണ് ഓടുന്നതെന്ന രീതിയിൽ ആള് പ്രൂവ് ചെയ്തു. ആളെ എക്സ്പീരിയൻസ് അവിടെ ഡെലിവർ ചെയ്തു. ആള് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ ഫസ്റ്റ് മാച്ച് ഇംപ്രസീവ്, ഗുഡ്. അപ്പൊ ഇതേപോലെ തന്നെ പോട്ടെ, ഇതേപോലെ പോയ ചെൽസിക്ക് വലിയ വലിയ സ്വപ്നം കാണാൻ സാധിക്കും. ലെറ്റ്സ് സീ എങ്ങനെ ചെൽസി പോകുന്നു. ഈ വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീണ്ടും കാണാം.